നമസ്കാരം. നമ്മുടെ ഈ സൗന്ദര്യ ലഹരി പഠന ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാറിന് പ്രത്യേകമായിട്ട് സ്വാഗതം പറയുന്നു. ഞങ്ങള് ബുധനാഴ്ചകൾക്ക് വേണ്ടി ബുധനാഴ്ച, വെള്ളിയാഴ്ച, അതുപോലെ ഞായറാഴ്ചകൾക്കൊക്കെ വേണ്ടി കാത്തിരിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ 7ാമത്തെ ശ്ലോകം വരെയാണ് സാറിന്റെ അടുത്തിരുന്ന് പഠിച്ചിട്ടുള്ളത്. ഒരു കോളേജിലും സ്കൂളിലൊക്കെ ഇരുന്ന് പഠിക്കുന്ന അതേ ഒരു അനുഭവമാണ് തോന്നുന്നത്. വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട്. ഞങ്ങളൊക്കെ വീണ്ടും വിദ്യാർത്ഥികളായി ഈ പ്രായത്തില്. വളരെ സന്തോഷം. ആദരപൂർവ്വം സാറിനെ ക്ഷണിക്കുന്നു ക്ലാസ്സിലേക്ക്. തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. സമാദരണീയരായ എല്ലാ പഠിതാക്കളും വിനീതമായ പ്രണാമം. സൗന്ദര്യ ലഹരിയുടെ പഠന ക്ലാസ്സുകൾ എല്ലാവരും വിദ്യാർത്ഥികളെ പോലെ ആസ്വദിക്കുന്നു എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ 30 വർഷം കോളേജ് അധ്യാപകനായതുകൊണ്ട് അധ്യാപകൻ്റെ ശൈലിയെ വരികയുള്ളൂ. ഏത് പ്രഭാഷണമായാലും എന്തായാലും ഒരു ക്ലാസ്സിൻ്റെ മട്ടിൽ വന്നു തരികയുള്ളൂ. അതുകൊണ്ട് ആ ഒരു മട്ടിലാണ് നമ്മൾ എടുത്തു പോകുന്നത് എന്നുള്ളതാണ്. നിങ്ങൾക്കും അത് കുറച്ചുകൂടിയൊക്കെ ചിലപ്പോൾ പ്രയോജനപ്പെട്ടേക്കുമായിരിക്കാം. അതായത് നമുക്കിന്ന് 8ാമത്തെ ശ്ലോകം മുതൽ ആരംഭിക്കാം. സുധാ സിന്ധോർമധ്യേ സുരവിടപി വാടീ പരിവൃതേ മണിദ്വീപേ നീപോപവനപതി ചിന്താമണിഗൃഹേ ശിവാകാരേ മഞ്ജേ പരമശിവപര്യങ്കനിലയാം ഭജന്തി ത്വാം ധന്യാ കതിജന ചിദാനന്ദലഹരീം. ഇതുവരെ പറഞ്ഞു തന്ന ഭഗവതിയുടെ പരാശക്തിയുടെ ഉത്കൃഷ്ടമായ മഹാത്മ്യമാണെങ്കിൽ ഇനി മുതൽ ഈ പ്രപഞ്ചത്തിലെ ബ്രഹ്മചൈതന്യ സ്വരൂപമായ പരമാത്മ ചൈതന്യത്തിൻ്റെ ശക്തിസ്വരൂപിണിയായ ആ പരമശക്തിയുടെ ആസ്ഥാനം എവിടെയാണ് എന്ന് ഒരു ആസ്ഥാന വർണ്ണനയാണ് ഇന്നത്തെ ശ്ലോകത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. എവിടെയാണ് ഈ ഭഗവതിയെ സാക്ഷാത്കരിക്കാൻ പറ്റുക എന്നാണെങ്കിൽ സുധാസിന്ധോഹു മധ്യേ, സുധാസിന്ധുവിൻ്റെ മധ്യത്തിൽ. സുധ എന്ന് വെച്ചാൽ അമൃതെന്നാണ്. സിന്ധു എന്ന് പറഞ്ഞാൽ സമുദ്രവുമാണ്. അമൃത സമുദ്രത്തിൻ്റെ സുധാസിന്ധോഹു മധ്യേ, അമൃത സമുദ്രത്തിൻ്റെ നടുക്കാണ്. അവിടെ സുരവിടപി വാടീ പരിവൃതേ, സുരന്മാർ ദേവന്മാരാണ്. വിടപി വൃക്ഷമാണ്. സുരവിടപി കൽപ്പവൃക്ഷമാണ്. സുരവിടപി വാടി എന്ന് വെച്ചാൽ പൂന്തോട്ടമാണ്. സുരവിടപി വാടി എന്ന് വെച്ചാൽ കൽപ്പവൃക്ഷങ്ങൾ കൊണ്ട് തന്നെയുള്ള ഒരു പൂന്തോട്ടം. സുധാസിന്ധുവിൻ്റെ നടുക്ക് സുരവിടപി വാടി പരിവൃതേ, സുരവിടപി വാടി കൊണ്ട് പരിവൃതമായ ചുറ്റപ്പെട്ടിരിക്കുന്ന മണിദ്വീപേ, രത്നനിർമ്മിതമായ ഒരു ദ്വീപിൽ, മണിദ്വീപേ രത്നനിർമ്മിതമായ ഒരു ദ്വീപിൽ നീപ ഉപവനവതി, നീപോപവനവതി, നീപ ഉപവനവതി. നീപം എന്ന് വെച്ചാൽ കടമ്പു മരത്തിന്റെ പേരാണ്. കടമ്പെന്നും പറയും. ആ കടമ്പ് വൃക്ഷങ്ങൾ നിറഞ്ഞ ഉപവനം എന്ന് വെച്ചാൽ തൊട്ട് അടുത്തുള്ള വനം എന്നർത്ഥം. ദേവിയുടെ ആസ്ഥാനം വർണ്ണിക്കുന്നത് സുധാസമുദ്രത്തിന്റെ നടുക്ക് കൽപ്പവൃക്ഷങ്ങളുടെയും അകത്ത് ഒരു രത്നദ്വീപിന്റെ ചുറ്റുമായി നിയമം കൊണ്ടുള്ള ഉപവനത്തോട് കൂടിയതിൽ ഉപവനവതി. ഉപവനം എന്ന് വെച്ചാൽ അടുത്തുള്ള ചെറിയ വനം എന്നർത്ഥം. ഉപവനവതി, ഉപവനങ്ങൾ ഉള്ള എന്നർത്ഥം. നീപോപവനവതി ചിന്താമണി ഗൃഹേ
ചിന്താമണി എന്ന ഒരു ഗൃഹത്തിൽ, ചിന്താമണി കൊണ്ടുള്ള ഗൃഹത്തിൽ ചിന്തിക്കുന്നവർക്ക് ഏതാഗ്രഹവും കൊടുക്കുന്ന ഒരു രത്നത്തിന്റെ പേരാണ് ചിന്താമണി. കൽപ്പവൃക്ഷം പോലെ തന്നെ, കൽപ്പവൃക്ഷം പോലെ തന്നെ ദേവലോകത്ത് പ്രസിദ്ധമായ ഒരു മണിയാണ് ചിന്താമണി. ചിന്തിക്കുന്നവർക്ക് ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുന്ന ഒരു രത്നം എന്നാണ് ചിന്താമണി എന്ന വാക്കിന്റെ അർത്ഥം. ചിന്താമണി ഗൃഹേ, അപ്പൊ സുധാസിന്ധുവിന്റെ നടുക്ക് സുരവിടപിവാടി കൊണ്ട് ചുറ്റപ്പെട്ട മണിദ്വീപിൽ നീപം കൊണ്ടുള്ള ഉപവനങ്ങളുള്ളതിൽ ചിന്താമണി എന്ന ഗൃഹത്തിൽ ശിവാകാരേ മഞ്ചേ, പരമശിവന്റെ ആകൃതിയിലായിത്തീർന്ന മഞ്ചത്തിൽ, മഞ്ചന്ത കിടക്ക, മഞ്ചേ കിടക്കയിൽ, ശിവ ആകാരേ മഞ്ചേ, ശിവന്റെ ആകൃതികളുള്ള, ശിവൻ ആകാരമായി തീർന്നിരിക്കുന്ന, ശിവനായി തീർന്നിരിക്കുന്ന മഞ്ചത്തിൽ പരമശിവ പര്യങ്ക നിലയാം. ഇവിടെ ശിവനും പരമശിവനും രണ്ടായിട്ട് തന്നെ പറഞ്ഞിരിക്കണേ. ശിവാകാരമാകുന്ന മഞ്ചത്തിൽ പരമശിവ പര്യങ്ക നിലയാം, പരമശിവന്റെ പര്യങ്കത്തിൽ നിലയം ചെയ്യുന്നവൾ, പരമശിവൻ എന്ന ശക്തിസ്വരൂപമായ ആ ഒരു പര്യങ്കത്തിൽ, ആ ഒരു കിടക്കയിൽ, ആ ഒരു മടിത്തട്ടിൽ നിലയാം, നിലയമുള്ളവൾ, സ്ഥിതി ചെയ്യുന്നവളായ ത്വാം അങ്ങേ കതിജന ധന്യാഹ ഭജന്തി, ചില ധന്യന്മാർ ഭജിക്കുന്നു. എല്ലാവരും ഇങ്ങനെ ഒരു സ്ഥാനത്തല്ല അങ്ങേ ഭജിക്കുക. ചില ഉപാസകന്മാരായ ഭക്തന്മാർ ചിദാനന്ദലഹരിയും, ചിദ്രൂപമായ ആനന്ദത്തെ ലഹരിയാക്കിയിരിക്കുന്ന അങ്ങയെ, ചിദാനന്ദലഹരിയും, ചിത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം ജ്ഞാനം. ചിദ ആനന്ദം, ജ്ഞാനമാകുന്ന ആനന്ദം, സച്ചിദാനന്ദം എന്ന് പറയാം. ചിദാനന്ദലഹരിയായ, ചിദാനന്ദത്തെ ആ ഇതിലേക്ക് എല്ലാവരെയും അടുപ്പിക്കുന്ന ചിദാനന്ദലഹരിയായ ത്വാം അങ്ങയെ കതിജന ധന്യാഹ ഭജന്തി, ചില ധന്യന്മാർ ഭജിക്കുന്നു. എന്ന് വെച്ചാൽ ഭജിക്കുന്നവർ ധന്യന്മാരാണ്, എല്ലാവരും ദേവ്യുപാസകന്മാരല്ല. അങ്ങനെയാണെങ്കിൽ പോലും ഈ പരാശക്തിയുടെ സ്വരൂപത്തെ ഉപാസിക്കുന്നവർ തീരെ കുറവാണ്. അതുകൊണ്ടാണ് കതിജന, ഏതാനും ചിലരാണ്. അങ്ങനെയുള്ള ഉപാസകന്മാർ ധന്യന്മാർ തന്നെയാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ആസ്ഥാനമാണ് ഈ ദേവിയെ. ഇനിയും ഈ ആസ്ഥാനം ഈ പ്രപഞ്ചത്തിൽ നമുക്ക് വേണമെങ്കിൽ പാൽക്കടൽ എന്ന് പറയുന്നത് പോലെ ഒരു സുധാസമുദ്രം, അത് ക്ഷീരസമുദ്രമാണെങ്കിൽ ഇത് സുധാസമുദ്രം, അത്രയുള്ള വ്യത്യാസം. അങ്ങനെയുള്ള ഒരു സമുദ്രത്തെ ഭാവന ചെയ്ത് അതിൻ്റെ നടുക്ക് കൽപ്പവൃക്ഷം കൊണ്ടുള്ളൊരു പൂന്തോട്ടവും, അതിൻ്റെ അകത്തൊരു മണിദ്വീപും, അതിൻ്റെ ചുറ്റുമായി നീപോപവനവും, അതിൻ്റെ അകത്തുള്ള ചിന്താമണി ഗൃഹത്തിൽ ശിവാകാരമായി തീർന്നിരിക്കുന്ന മഞ്ചത്തിൽ, ശിവാത്മകമായ കട്ടിലിൽ പരമശിവ പര്യങ്ക നിലയാം, പരമശിവനാകുന്ന പര്യങ്കത്തിൽ ഇരിക്കുന്ന ചിദാനന്ദലഹരിയായ നിന്നെ അങ്ങേ ധന്യാഹ ഭജന്തി, കതിജന ധന്യാഹ ഭജന്തി, ചില ധന്യന്മാർ ഭജിക്കുന്നു എന്നിങ്ങനെ ദേവിയുടെ ആസ്ഥാനത്തെ വർണ്ണിച്ചതാണ്. ഇനിയും ഈ ആസ്ഥാനം ഒരു ഉപാസകനായ ഭക്തന്റെ ഉള്ളിൽ സങ്കല്പിക്കാം. അങ്ങനെ പുറത്തേക്കും പോകണ്ട. നമ്മുടെ എല്ലാ ജീവാത്മാക്കളുടെയും ഉള്ളിൽ ദഹരാകാശം എന്നൊരു ആകാശമുണ്ട്. ആകാശം എന്ന് വെച്ചാൽ വെറും സ്ഥലം, സ്പേസ് എന്നുള്ളൂ. ദഹരം എന്ന പേരിൽ അറിയപ്പെടുന്ന ആകാശത്തെ ദഹരാകാശം, ഹൃദയത്തിൻ്റെ ഒരു മധ്യഭാഗത്തായിട്ട് ശൂന്യമായ ഒരു ചെറിയ അറയുണ്ട്. ഈ അറയാണ് ദഹരാകാശം എന്ന് വിളിക്കുന്നത്. വളരെ ചെറുതാണ്. ആ ദഹരാകാശത്തിലാണ് ചിന്താധനന്മാരായ ഋഷിമാർ പരമാത്മ ചൈതന്യ സ്വരൂപത്തെ സ്വയം സങ്കല്പിക്കുന്നത് തങ്ങളുടെ സമാധ്യാവസ്ഥയിൽ. അങ്ങനെയുള്ള ആ ദഹരാകാശമെന്ന ആനന്ദാത്മകമായ ഹൃദയാകാശത്തിൽ ദേവന്മാരാൽ ചുറ്റപ്പെട്ടുകൊണ്ട് വളരെ തിളക്കമാർന്ന മധ്യഭാഗത്തിൽ ചിന്തയാകുന്ന ഗൃഹത്തിൽ, തപസ്സാകുന്ന ഗൃഹത്തിൽ, ചിന്തയാകുന്ന ഗൃഹത്തിൽ ജ്ഞാനാത്മകമായ ഒരു കിടക്കയിൽ
ചിദ്രൂപമായ ആ ചൈതന്യത്തെ ധ്യാനിക്കുന്നവർ ധന്യന്മാരാണ്. എന്ന് പറയുമ്പോൾ ഒരു ഉപാസകൻ തൻ്റെ ധ്യാനത്തിൽ ഈ പരാശക്തിയുടെ സ്വരൂപത്തെ എങ്ങനെ ധ്യാനിക്കണം എന്ന് കാണിച്ചു കൊടുക്കുകയാണ്. ദഹരാകാശത്തിൽ ആനന്ദാത്മകമായ ആ ഹൃദയാകാശത്തിൽ ഇവിടെ കൽപ്പവൃക്ഷങ്ങളൊക്കെ വർണ്ണിച്ചത് ദേവന്മാരാൽ ചുറ്റപ്പെട്ട് അതിൻ്റെ മണിദ്വീപം എന്ന് വെച്ചാൽ തിളക്കമാർന്ന മധ്യഭാഗത്തിൽ ചിന്താമണി ഗൃഹം, ചിന്തയാകുന്ന ഗൃഹം. ചിന്ത എന്ന് പറഞ്ഞാൽ ധ്യാനത്തിൽ ചിന്തിച്ച് കണ്ടെത്തുന്ന ഒരു സ്വരൂപം. അവിടെ ജ്ഞാനാത്മകമായ ഒരു കിടക്കയിൽ ചിദ്രൂപമായ ചൈതന്യത്തെ ആരാണോ ധ്യാനിക്കുന്നത് അവർ ധന്യന്മാരാണെന്ന് ഈ പ്രപഞ്ചത്തിൽ കണ്ട ഭഗവതിയുടെ ആസ്ഥാനത്തെ അവരുടെ ഉള്ളിൽ ധ്യാനത്തിൽ ഉറപ്പിച്ചു കൊണ്ടുപോകാൻ പാകത്തിന് അവതരിപ്പിച്ച ഒരു സ്വരൂപവർണ്ണനയാണ്. വാസ്തവത്തിൽ ശക്തിക്ക് രൂപമൊന്നുമില്ല. കാരണം ശക്തി ഇന്ന പോലെ ഇരിക്കുമെന്ന് പറയാൻ പറ്റുന്നില്ല. അത് പ്രയോഗിച്ച് കാണുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റൂ ഇന്ന ശക്തിയാണ്. എത്രയോ ശക്തികളുണ്ട്, അനേക തരത്തിൽ ശക്തിക്ക് ഭേദങ്ങളുണ്ട്. ആ ശക്തികളൊക്കെ സ്വയം അനുഭവിച്ചറിയുക അല്ലാതെ അതിൻ്റെ ആകൃതിയോ രൂപമോ അതിൻ്റെ ഒരു അളവോ തൂക്കമോ ഒന്നും ആർക്കും നിശ്ചയിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ളൊരു ശക്തി സ്വരൂപിണിയാണ് ഈ പരാശക്തിയായ ഭഗവതി. അങ്ങനെയുള്ള ഭഗവതിക്ക് പ്രപഞ്ചത്തിന് നടുക്കൊരു ആസ്ഥാനം കണ്ടെത്തിയപ്പോൾ ഒരു ഭക്തഹൃദയത്തിൻ്റെ ഉള്ളിലും ഈ ആസ്ഥാനത്തെ സ്വയം സ്വീകരിച്ചുകൊണ്ട് ഒരു ഭക്തന് മുമ്പോട്ട് പോകാൻ പറ്റുന്ന മട്ടിൽ ഒരു സ്വരൂപമായ ഒരു ഭാവത്തെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കലാണ് ഈ ശ്ലോകത്തിൽ ചെയ്തത്. സുധാസിന്ധോർമധ്യേ ഫുരവിടപിവാടീ പരിവൃതേ മണിദ്വീപേ നീപോപവനവതി ചിന്താമണിഗൃഹേ ശിവാകാരേ മഞ്ചേ പരമശിവപര്യങ്കനിലയാം ഭജന്തി ത്വം ധന്യാ കതിജന ചിദാനന്ദലഹരീം. സുധാസിന്ധോർമധ്യേ ഫുരവിടപിവാടീ പരിവൃതേ മണിദ്വീപേ നീപോപവനവതി ചിന്താമണിഗൃഹേ ശിവാകാരേ മഞ്ചേ പരമശിവപര്യങ്കനിലയാം ഭജന്തി ത്വം ധന്യാ കതിജന ചിദാനന്ദലഹരീം. മഹീം മൂലാധാരേ കമപി മണിപൂരേ ഹുതവഹം സ്ഥിതം സ്വാധിഷ്ഠാനേ ഹൃദി മരുതമാകാശമുപരി മനോബിഭ്രൂ മധ്യേ സകളമപി ഭിത്വാ കുളപഥം സഹസ്രാരേ പത്നേ സഹരകഫിപത്യാ വിഹരസേ. ഇനിയും ഒരു ഉത്തമനായ സാധകൻ യോഗാനുഷ്ഠാന മാർഗത്തിൽ കൂടി പരാശക്തി എന്ന സ്വരൂപത്തെ സ്വയം പ്രാപിക്കുന്ന രീതിയെക്കുറിച്ചൊന്ന് വർണ്ണിക്കലാണ്. മഹീം മൂലാധാരയും ലളിതസഹസ്രനാമമൊക്കെ വായിച്ചവർക്ക് ഈ ഷഡ്ചക്രങ്ങളെ കുറിച്ച് നന്നായിട്ടറിയാം. മൂലാധാരം, മണിപൂരം, സ്വാധിഷ്ഠാനം എന്നിങ്ങനെ സഹസ്രാര പത്മം വരെയുള്ള 6 ചക്രങ്ങളെക്കുറിച്ച് യോഗശാസ്ത്രങ്ങളിൽ പറയുന്നുണ്ട്. ലളിത സഹസ്രനാമത്തിലുണ്ട്, സൗന്ദര്യലഹരിയിലുണ്ട്. ഇവിടെ എല്ലാം ഇതിനെക്കുറിച്ച് വർണ്ണിക്കുന്നുണ്ട്. അതിൽ ഓരോരോ ആധാരങ്ങളിൽ ഓരോരോ സ്ഥാനങ്ങളിൽ എങ്ങനെയൊക്കെയാണ് ഈ പരാശക്തിയുടെ ചൈതന്യത്തെ ഒരു ഭക്തനെ, ഒരു ഉപാസകന്, ഒരു യോഗിക്ക് സാക്ഷാത്കരിക്കാൻ പറ്റുന്നതെന്ന് കാണിച്ചു കൊടുക്കുക. മൂലാധാരത്തിൽ മഹിയെ, മഹി എന്ന് വെച്ചാൽ ഭൂമി എന്ന് വെച്ചാൽ പൃഥ്വി തത്വം അല്ലെങ്കിൽ ഭൂതത്വം. അതിനെയാണ് ഇവിടെ മഹി എന്ന് പറഞ്ഞിരിക്കുന്നത്. പഞ്ചഭൂതങ്ങളിൽ ഒന്നാണ് പൃഥ്വി അല്ലെങ്കിൽ ഭൂമി. അപ്പം മൂലാധാരത്തിൽ പഞ്ചഭൂതങ്ങളിലൊന്നായ പൃഥ്വി തത്വത്തെ വേണം ഒന്ന് സങ്കൽപ്പിച്ച് ഉറപ്പിക്കാൻ. മൂലാധാരേ മഹീം കമപി മണിപൂരേ. കം അപി, അവിടെ കം എന്ന വാക്കിന് ജലം എന്നാണ്. കം അപി എന്ന് വെച്ചാൽ ജലത്തെയും. കം അപി കുടിച്ചേരുമ്പോൾ കമപിയാകുന്നതാണ്. മഹീമൂലാധാരേ കം അപി മണിപൂരേ. അടുത്ത മണിപൂര ചക്രത്തിൽ ജലത്തെയും
പഞ്ചഭൂതങ്ങൾ അടുത്താണ് പൃഥ്വി, അപ്പ് അല്ലെങ്കിൽ ജലം. ഹുതവഹം സ്ഥിതം സ്വാധിഷ്ഠാനേ. ഹുതവഹൻ അഗ്നിയാണ്. ഹുതവഹൻ അഗ്നി. ഹുതവഹം അഗ്നിയെ, ഹോമിച്ചതെല്ലാം ഹുതമായത് വഹിച്ചു കൊണ്ടുപോകുന്നവരാണ് ഹുതവഹൻ. ഏത് ദേവന്മാർക്ക് വേണ്ടിയും ഹവിസ് ഹോമിക്കുന്ന അഗ്നിയിലേക്കാണ്. അഗ്നി അത് കൊണ്ടുപോയി അതാ ദേവന്മാർക്ക് എത്തിക്കലാണ്. അതുകൊണ്ട് അഗ്നിക്ക് ഹുതവഹൻ എന്ന് പേരുണ്ട്. ഹുതമായത്, ഹോമിച്ചത് വഹിച്ചു കൊണ്ടുപോകുന്നവൻ എന്നർത്ഥം. ഹുതവഹം അഗ്നിയെ സ്വാധിഷ്ഠാനേ സ്ഥിതം, അടുത്ത ചക്രമായ സ്വാധിഷ്ഠാന ചക്രത്തിൽ സ്ഥിതി ചെയ്യുന്നതായി. ഹൃദി മരുതം. അടുത്തത് വായുവാണ്. മരുത്ത് വായു, അത് ഹൃദയത്തിലാണ്. ഹൃദി മരുതം ആകാശം ഉപരി, അതിൻ്റെ മുകളിൽ ആകാശത്തെ. ഹൃദി മരുതം ആകാശം ഉപരി. ഹൃദയത്തിലുള്ള അനാഹത ചക്രത്തിൽ വായുതത്വത്തെയാണ്. ഇവിടെ ഹൃദി എന്ന് പറഞ്ഞു വിട്ടത് ഹൃദയത്തിലുള്ളത് അനാഹതം എന്ന ചക്രമാണ്. മൂലാധാരം, മണിപൂരം, സ്വാധിഷ്ഠാനം, അനാഹതം. ആ അനാഹത ചക്രത്തിൽ മരുതം, മരുത്തിനെ, വായുവിനെയും ഉപരി, അതിൻ്റെ മുകളിലുള്ള വിശുദ്ധി ചക്രത്തിൽ, ഉപരി മുകളിൽ, അതിൻ്റെ മുകളിലുള്ള ചക്രത്തിന് പേര് വിശുദ്ധി എന്നാണ്. അവിടെ ആകാശം, ആകാശതത്വത്തെയും പഞ്ചഭൂതങ്ങൾ അഞ്ചുമായി. പൃഥ്വി ഭൂമി, അപ്പ് വെള്ളം, തേജസ് അഗ്നി, വായു ആകാശം. 5 ചക്രങ്ങളിൽ ഈ 5 തത്വങ്ങളെയാണ് ഉറപ്പിക്കേണ്ടത്. അർത്ഥം. മനോപി ഭ്രൂമധ്യേ. ഇനി ഭ്രൂമധ്യേ, ഭ്രൂക്കളുടെ ഇടയ്ക്ക്, പുരികങ്ങളുടെ നടുക്ക്, നെറ്റിയുടെ താഴ്ന്ന ഭാഗം, മൂക്ക് തുടങ്ങുന്ന ഭാഗം, അതാണ് 2 പുരികങ്ങളുടെ നടുക്ക്. അവിടെയാണ് നമ്മൾ എന്താണ് ഭസ്മവും ചന്ദ്രവും സിന്ദൂരവും ഒക്കെ ഒക്കെ നമ്മൾ തുറന്ന് അവിടെയാണ്. ഇപ്പൊ ഭ്രൂമധ്യേ, ഈ ഭ്രൂമധ്യത്തിൽ, ഭ്രൂക്കൾ എന്നുവെച്ച പുരികങ്ങൾ, ഭ്രൂ എന്നുവെച്ച പുരികം, ഭ്രൂമധ്യേ പുരികങ്ങളുടെ മധ്യത്തിൽ മനോപി, അവിടെ മനസ്സെന്ന 6ാമത്തെ തത്വത്തെ ഭ്രൂക്കളുടെ മധ്യത്തിലാണ്. മനോഭിഭ്രൂമധ്യേ സകലം അപി ഭിത്വാ കുളപഥേ. സകലം അപി, സകലം എല്ലാത്തിനെയും, കുളപഥം കുലത്തേക്കുള്ള വഴി എന്നർത്ഥം. കുലം എന്ന വാക്കിനർത്ഥം ബ്രഹ്മം എന്നാണ്. കുലപഥം ബ്രഹ്മത്തിലേക്കുള്ള വഴി എന്നാണ്. കുലപഥം അഭിഭിത്വ, ബ്രഹ്മത്തിലേക്കുള്ള വഴിയും കൂടി ഭേദിച്ചിട്ട് കടന്നിട്ട് സഹസ്രാരേ പത്നേ, അതിൻ്റെ മുകളിലുള്ള സഹസ്രാരപത്നത്തിൽ, 1000ഓളം ദളങ്ങളുള്ള പത്മമാണ് സഹസ്രാരപത്നം. അവിടെ പത്യാസഹ വിഹരസെ, പതിയോടൊപ്പം അങ്ങനെ വിഹരിക്കുന്നു. ഇവിടെ പതി ബ്രഹ്മമാണ്, പരമാത്മ ചൈതന്യമാണ് പതി. ആ പതിയോടൊപ്പം ഈ ശക്തി അവിടെ വിശ്രമിക്കുന്നു, അവിടെ വിഹരിക്കുന്നു, അവിടെ രമിക്കുന്നു എന്നർത്ഥം. യോഗികളുടെ ആരാധനാ സമ്പ്രദായം, അവര് ധ്യാനിക്കാൻ ചെന്ന് ഏതെങ്കിലും ആസനത്തിൽ ഇരുന്നു കഴിഞ്ഞാൽ അവരുടെ മൂലാധാരത്തിൻ്റെ ഏറ്റവും താഴെയുള്ള, അല്ലെങ്കിൽ നട്ടലിൻ്റെ ഏറ്റവും താഴെയുള്ള ഇടതുവശത്തും വലതുവശത്തുമുള്ള 2 നാഡികളാണ് ഇട, പിങ്കള. ഇത് 2 നാഡികൾ. ഇന്ദ്രിയങ്ങളൊക്കെ ബാക്കി വിഷയങ്ങളിൽ നിന്നും അടക്കി അകത്തേക്ക് കടന്ന് പ്രാണായാമം ശീലിച്ച് മനസ്സിനെ ഉള്ളിലിളക്കി കഴിഞ്ഞാൽ ഈ 2 നാഡികൾ
പെതുക്കെ ചലിക്കാൻ തുടങ്ങും. ഇതിൻ്റെ ചലനം കൊണ്ട് ആ ഇതിൻ്റെ എന്താണ് ഈ നട്ടലിൻ്റെ ഏറ്റവും താഴെ അടിയിൽ ചുരുണ്ട് കിടക്കുന്ന ഒരു കുണ്ടലിനി എന്നൊരു ശക്തിയുണ്ട്. നമുക്ക് ആകൃതി കൊണ്ട് കവികൾ ഊഹിച്ച് പറയുന്നതാണ്. അങ്ങനെ എന്താ ചുരുണ്ട് കിടക്കുന്നതുകൊണ്ട് കുണ്ടലിനി എന്ന് പറയുന്നുണ്ട്. ആ കുണ്ടലിനി എന്നൊരു ശക്തി അപ്പോൾ ഉണർന്ന് പ്രവർത്തിക്കും. ആ ശക്തി ഇതിൽ കൂടി അകത്തുകൂടി മുകളിലേക്ക് പ്രവഹിച്ച് വരുമ്പോൾ ഓരോരോ ചക്രങ്ങളിൽ നിന്ന് അതാത് അവസ്ഥകൾ അനുഭവിച്ച് സഹസ്രാരപത്മത്തിലേക്ക് ഈ ശക്തിയെ, കുണ്ടലിനി ശക്തിയെ പിങ്കള വികസിക്കുമ്പോൾ ആ ഇതിൻ്റെ അടിയിലുള്ള ശക്തി മുകളിലേക്ക് സ്വയം ഊർധ്വഗതിയിലേക്ക് വന്ന് സഹസ്രാരപത്മം ശിരസിന്റെ മൂർധാവിലാണ്. 5 ചക്രവും കഴിഞ്ഞ് മനസ്സിലുള്ള ഭൂമധ്യത്തിലുള്ള ആ മനസ്തത്വത്തെയും അതിക്രമിച്ച് മുകളിലേക്ക് ചെന്നാൽ, സമാധ്യാവസ്ഥയിലേക്ക് ചെന്നാൽ, അവിടെ സഹസ്രാരപത്മത്തിൽ ഈ ശക്തി സ്വരൂപിണി പരമാത്മ ചൈതന്യവുമായി ലയിച്ചു ചേർന്നിരിക്കും. ഈ ഭക്തനും ഈ യോഗിയും അറിയാതെ കുറേ സമയം എല്ലാ ലൗകിക ബന്ധവും വിട്ട് പരമാത്മ ചൈതന്യത്തിലേക്ക് ലയിക്കും. അതിന് സമാധ്യാവസ്ഥ എന്ന് പറയാം. അതിൽ നിന്നും വീണ്ടും തിരിച്ചു താഴേക്ക് വരും. പോയ വഴിയെ കൂടെ തന്നെ ഇറങ്ങി താഴെ വന്ന് മൂലാധാരത്തിൽ വന്ന് അത് വിശ്രമിക്കുമ്പോൾ ഈ യോഗി ഉണർന്ന് ചുറ്റുമുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. ഇത് അയാളുടെ ഒരു പൂജാ സംവിധാനമാണ്. ഇതിന് സമയാചാരം എന്നൊരു പേരുണ്ട്. ഈ യോഗികളുടെ ആരാധന സമ്പ്രദായത്തിന് സമയാചാരം. അപ്പൊ ഇങ്ങനെ ഈ 6 ഷട്ചക്രങ്ങളും ഭേദിച്ച് അതിൻ്റെ മുകളിൽ സഹസ്രാരത്തിൽ ചെന്ന് ഒരു യോഗിക്ക് ഈ പരമാത്മ ചൈതന്യവുമായി കൂടിച്ചേരാണ്. അതിൻ്റെ പേരാണ് സായുജ്യം എന്നോ മോക്ഷം എന്നൊക്കെ. ഇതനുഭവിച്ചാലും കാലമെറ്റെങ്കിൽ മാത്രമേ ജീവൻ വിട്ടുപോകാൻ പറ്റുള്ളൂ. ജീവൻ മുക്തനായി തന്നെ പലരും പല യോഗികളുണ്ട്. ജീവിച്ചിരിക്കെ തന്നെ ഈ മോക്ഷ പദവി അടഞ്ഞവരാണ്. പക്ഷെ അവർ വീണ്ടും തിരിച്ച് ഭൂമിയിലേക്ക് വരും. ആയുസ് തീർന്നവർ വരെ ഇവിടെ തന്നെ കഴിയും. അങ്ങനെയുള്ളവരെയാണ് ജീവിച്ചിരിക്കെ തന്നെ മോക്ഷം ലഭിച്ചവർ, ജീവൻ മുക്തന്മാർ എന്നാണ് അവർക്ക് പറയുന്നത്. അങ്ങനെയുള്ള ഒരു ഭക്തന്റെ സാധന നിലയെക്കുറിച്ചൊന്ന് വിസ്തരിച്ചു വിന്യസിച്ചതാണ്. അതിൽ ഈ പഞ്ചഭൂതങ്ങളാണ് ഒരു ജീവന്റെ ഉൽപ്പത്തി സ്ഥാനത്തിന്റെ ഘടകം. പഞ്ചഭൂതങ്ങൾ 5ഉം കൂടി ചേർന്ന ജീവനാണ്. അതിനെ വേർതിരിച്ചാൽ ജീവനില്ലാണ്ടാവും. ഇവിടെ ഈ പഞ്ചഭൂതങ്ങളുടെ തത്വങ്ങൾ ഓരോന്നായിട്ട് ഓരോ നിലകളിൽ കൂടി ചക്രങ്ങളിൽ കൂടി അതിക്രമിച്ച് മുകളിലെത്തി ആ പഞ്ചഭൂതം കൊണ്ട് ലക്ഷ്യമാക്കുന്ന പരമാത്മ ചൈതന്യത്തിലേക്ക് ഒരു യോഗി എത്തിച്ചേർന്നാൽ അയാൾക്ക് സുഖമായി ആത്മാനന്ദാനുഭൂതി അനുഭവിച്ച് വേണമെങ്കിൽ തിരിച്ചു വരാം. കാലമായെങ്കിൽ ഈ സഹസ്രാരപത്മത്തിൽ ഉള്ള ഒരു രന്ധ്രം ഭേദിച്ച് പുറത്ത് കിടന്ന് അയാൾക്ക് എന്ത് ചെയ്യാം, സ്വതന്ത്രനായി ആ പരമാത്മ ചൈതന്യത്തിൽ നിന്ന് തിരിച്ചു വരാത്ത അവസ്ഥയിലേക്ക് എത്താം. ഇതാണ് യോഗധാരണ വിധിയുടെ ഒരു അവസ്ഥ. അതും ഇവിടെ ഒരു ശ്ലോകത്തിൽ ആചാര്യസ്വാമികൾ നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. മഹീം മൂലാധാരേകമഭിമണിപൂരേ ഹുതവഹം സ്ഥിതം സ്വാധിഷ്ഠാനേ ഹൃദിമരുതമാകാശമുപരി മനോബിഭ്രൂമധ്യേ സകലമഭിഭിത്വാ കുളപഥം സഹസ്രാരേ പത്നേ സഹരഹസി പത്യാ വിഹരസേ. മഹീം മൂലാധാരേ കമഭിമണിപൂരേ ഹുതവഹം സ്ഥിതം സ്വാധിഷ്ഠാനേ ഹൃദയമരുതമാകാശമുപരി മനോബിഭ്രൂമധ്യേ സകലമഭിഭിത്വാ കുളപഥം സഹസ്രാരേ പത്നേ സഹരഹസി പത്യാ വിഹരസേ. ഇങ്ങനെ അനായാസമായി ദേവി ആരാധന കൊണ്ട്, പരാശക്തിയുടെ ഉപാസന കൊണ്ട് ഭക്തന് മുക്തി പ്രാപിക്കാം എന്ന് ഉദാഹരണ സഹിതം ബോധ്യപ്പെടുത്തിയിട്ട് ഈ സഹസ്രാരപത്മത്തെക്കുറിച്ചൊരു ചെറിയ വിവരണമാണ് അടുത്ത ശ്ലോകത്ത് കൊടുക്കുക. സുധാധാരാസാരൈശ്ചരണയുഗളാന്തർവികളിതൈ പ്രപഞ്ചം സിഞ്ചന്തി പുനരഭിരസാംനായ മഹസ
അവാപ്യ സ്വാം ഭൂമിം ഭുജഗനിഭമച്ഛുഷ്ടവലയം സ്വമാത്മാനം കൃത്വാ ഫുകുഷി കുളകുണ്ടേ കുഹരിണീം സുധാധാരാഫാരൈഹി അമൃതധാരയുടെ പ്രവാഹങ്ങളാൽ സുധാധാരാഫാരൈഹി അമൃതിന്റെ ധാര അമൃതിന്റെ ആ ധാരയുടെ പ്രവാഹം ഇടതടവില്ലാതെ അമൃത പ്രവഹിച്ചു കൊണ്ടിരിക്കുന്നതിൽ സുധാധാരാഫാരൈഹി ചരണ യുഗള അന്തർവികളിതൈ ചരണ യുഗള അന്തർവികളിതൈ ചരണയുഗള അന്തർവികളിതൈ ചരണം പാദങ്ങൾ യുഗളം 2 ചരണയുഗളം 2 പാദങ്ങൾ അവയുടെ അന്തഹ ഉള്ളിൽ നിന്നും വികളിതൈഹി പുറത്തേക്ക് പുറപ്പെട്ടു വരുന്ന ഒഴുകുന്ന അവയുടെ പുറത്തു നിന്നും പുറത്തേക്ക് പുറപ്പെട്ട ഒഴുകി വരുന്ന സുധാധാരാഫാരൈഹി ചരണയുഗള അന്തർവികളിതൈഹി പ്രപഞ്ചം സിഞ്ചന്തി പ്രപഞ്ചത്തെ നനച്ചുകൊണ്ട് പുനരപി വീണ്ടും രഫാംനായ മഹഫ രഫസ്വരൂപമായ ആ മഹഫിൽ നിന്നും രഫ ആംനായ മഹഫ ഇവിടെ രഫം അമൃതാണ് അമൃതിന്റെ ആംനായം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് ചന്ദ്രനാണ് രഫാംനായ മഹഫ എന്നുവെച്ചാൽ ചന്ദ്രമണ്ഡലത്തിൽ നിന്നും എന്നർത്ഥം പറയാം രഫാംനായ മഹഫ മഹഫ് എന്ന് വെച്ചാൽ തേജസ് എന്നാണ് അല്ലെ തിളക്കുന്ന അമൃത് കൊണ്ട് തിളങ്ങുന്നത് ആരാണ് ചന്ദ്രനാണ് രഫാംനായ മഹഫ ചന്ദ്രമണ്ഡലത്തിൽ നിന്നും പ്രപഞ്ചം പിഞ്ചന്തി പുനരപിരഫാംനായ മഹഫ അവാപ്യ പ്രാപിച്ചിട്ട് സ്വാം ഭൂമി സ്വന്തമായ സ്ഥലത്തെ ഭൂമി എന്ന് വെച്ച സ്ഥലം സ്വാം ഭൂമി ഭുജഗനിഭം അധ്യുഷ്ടവലയം ഭുജഗനിഭം ഭുജകം ച സർപ്പം പാമ്പ് നിഭം എന്ന് വെച്ചാൽ തുല്യം ഭുജഗനിഭം സർപ്പത്തിനു തുല്യമായ അധ്യുഷ്ടവലയം വളഞ്ഞ ആകൃതിയിലിരിക്കുന്ന അധ്യുഷ്ടം വസിക്കുന്ന വലയം വളഞ്ഞു വസിക്കുന്ന വളഞ്ഞു പുളഞ്ഞു താമസിക്കുന്ന അധ്യുഷ്ടവലയം ഭുജഗനിഭം അധ്യുഷ്ടവലയം സ്വാം ഭൂമിം അവാപ്യ എവിടെ നിന്നാണോ ഈ യോഗി കുണ്ടലിനി ശക്തിയെ ഉയർത്തി മുകളിലേക്ക് കൊണ്ടുവന്നത് മൂലാധാരത്തിന്റെ താഴെയാണ് അവിടേക്ക് തിരിച്ചെത്തുമ്പോൾ സ്വാം ഭൂമി സ്വന്തം ഭൂമിയിലേക്ക് എത്തി അവിടെ ഈ കുണ്ടലിനി ശക്തി പാമ്പാണ് എന്ന് പറയാൻ കാരണം ഭുജഗനിഭം പാമ്പിന് തുല്യമാണ് പാമ്പിനെ പോലെ വളഞ്ഞു കിടക്കുന്ന ഒരു ഞരമ്പിനെയാണ് ഈ ഉദ്ദേശിക്കുന്നത് വേണം നമുക്ക് പറയാൻ അവിടെയാണ് സ്വന്തം സ്ഥാനം അവിടെ നിന്നാണ് മുകളിലേക്ക് കയറിപ്പോയത് സഹസ്രാരത്തിൽ പോയിട്ട് വീണ്ടും തിരിച്ച് സ്വാം ഭൂമിയും അവാപ്യ സ്വന്തം സ്ഥാനത്തേക്ക് എത്തിയിട്ട് സ്വം ആത്മാനം കൃത്വ സ്വന്തം ആത്മാവിനെ ആത്മാവസ്ഥയെ ഉറപ്പിച്ചിട്ട് ചെയ്തിട്ട് സ്വം ആത്മാനം കൃത്വ സ്വന്തം ആത്മാവസ്ഥയെ ചെയ്തിട്ട് സ്വപിഷി ഉറങ്ങും സ്വപിഷി ഉറങ്ങുന്നു കുലകുണ്ഠേ എന്താ കുളമാകുന്ന കുണ്ടത്തിൽ
ഈ ബ്രഹ്മചൈതന്യം എവിടെ നിന്നാണോ തുടങ്ങിയത് അവിടേക്ക് നർത്ഥം, മൂലാധാരത്തിൽ നർത്ഥം. കുലകുണ്ടേ, ആ കുലകുണ്ടമാകുന്ന കുഹരിണി ഗുഹയിൽ, കുഹരം ഗുഹ, കുഹരിണി ഗുഹയിൽ, കുലകുണ്ടേ കുഹരിണി, കുലകുണ്ടമായ ഗുഹയിൽ സ്വപിഷി ഉറങ്ങുന്നു. മുമ്പത്തെ ശ്ലോകത്തിൽ സഹസ്രാര പത്മത്തിലെത്തി തൻ്റെ പതിയുമായി ചേർന്ന് അങ്ങനെ വിഹരിക്കുന്നു എന്ന് പറഞ്ഞു ചേർത്തി. അവിടെ സുധാധാരാസാരങ്ങളാൽ അവിടെ പരാശക്തിയായ ഭഗവതിയുടെ പാദങ്ങളിൽ നിന്നും ഒഴുകി വരുന്ന അമൃതപ്രവാഹം കൊണ്ട് പ്രപഞ്ചത്തെ മുഴുവൻ നനച്ചിട്ട്, അല്ലെങ്കിൽ ഒരു ഭക്തന്റെ ശരീരം മുഴുവൻ നനച്ചിട്ട്, ഇവിടെ പ്രപഞ്ചം ഒരു ഭക്തന്റെ ശരീരമായിട്ട് സങ്കല്പിക്കുക. പ്രപഞ്ചത്തെ മുഴുവൻ നനയ്ക്കുന്നത് പോലെ ഭക്തഹൃദയത്തെയും നനച്ചിട്ട് വീണ്ടും ആ ചന്ദ്രമണ്ഡല മധ്യത്തിൽ നിന്നും അവിടെയാണ് എത്തിച്ചേർന്നത്. രസാംനായ മഹഫ, അവിടെ നിന്നും ഭുജഗനിഭമത്യുഷ്ടവലയം സ്വാം ഭൂമിം അവാപ്യ, താഴേക്ക് 6 ചക്രങ്ങൾ കടന്ന് താഴെ എത്തി മൂലാധാരത്തിൽ പാമ്പ് പോലെ വളഞ്ഞിരിക്കുന്ന ആ മൂലാധാരത്തിൻ്റെ അടിയിൽ സ്വന്തം കുളകുണ്ടമായ കുഹരത്തിൽ സ്വന്തം ആത്മാവിനെ ഉറപ്പിച്ചു നിർത്തിയിട്ട്, ഹേ പരാശക്തിയായ ഭഗവതി, അങ്ങ് ഉറങ്ങുന്നുവല്ലോ. അവിടെ ഉറങ്ങുകയാണ്. വീണ്ടും ഭക്തൻ കുണ്ടലിനി ശക്തിയെ ഉണർത്തണം എന്നാണ് പറയുക. ഉണർത്തി മുകളിലേക്ക് കൊണ്ടുപോകണം. അതിൻ്റെ അർത്ഥം എന്താണ്? ഉറങ്ങുകയാണ്. അപ്പൊ അവിടെ കുണ്ടലിനി ശക്തിയിലാണ് ഈ പരാശക്തി വിശ്രമിക്കുന്ന, ഉറങ്ങുന്നത്. അവിടെ നിന്നും കുണ്ടലിനെ ഉണർത്തണമെങ്കിൽ ആ ഇന്ദ്രിയങ്ങളൊക്കെ അകത്തേക്ക് അടക്കി മനസ്സിനെയും അടക്കി പ്രാണായാമം ചെയ്ത് കഴിയുമ്പോൾ ഈ കുണ്ടലിനി ശക്തി എന്ന് പറയുന്ന പരാശക്തി അത് ഉണരും, ഉറക്കം കഴിയും. ഉണർന്ന് മുകളിലേക്ക് കൊണ്ടുവന്ന് സഹസ്രാരത്തെത്തി തൻ്റെ പതിയായ പരമാത്മാവുമായി കൂടിച്ചേർന്ന് അവിടെ ഈ പ്രപഞ്ചത്തെ മുഴുവൻ രസാനുഭൂതിയിൽ നനച്ചിട്ട് അവിടെ നിന്ന് വീണ്ടും താഴേക്ക് എത്തി തൻ്റെ സ്വന്തം ആസ്ഥാനമായ കുലകുണ്ടത്തിൽ അങ്ങനെ ഉറങ്ങുന്നു എന്ന് 2ാമത്തെ ശ്ലോകത്തിലാണ് ഒരു യോഗിയുടെ സമാധ്യവസ്ഥയെ തിരിച്ചുള്ള വരവിനെ കുറിച്ചും സമ്പൂർണമായിട്ടും വിവരിക്കുന്നത്. അത് യോഗധാരണ വിധിയിൽ അവശ്യം യോഗികൾക്ക് ഈ വഴി തന്നെ എടുക്കാം. യോഗികൾ പോലും പരാശക്തിയാണ് ആശ്രയിക്കുന്ന പറയാൻ വേണ്ടിയിട്ടാണ്. അവിടെ ബ്രഹ്മത്തെക്കാൾ ഉപരി ബ്രഹ്മത്തിന് ശക്തി കൊടുക്കുന്ന ആ പരബ്രഹ്മ ചൈതന്യത്തിൽ ചെന്ന് ലയിക്കുന്ന ഈ പരാശക്തിയുടെ പാദത്തിൽ നിന്നുമാണ് ഈ പ്രപഞ്ചാനുഭൂതി എന്ന രസം ഭൂമിയിൽ നിറയുന്നത്. അത് വീണ്ടും തിരിച്ച് നമ്മുടെ തന്നെ ശരീരത്തിൻ്റെ ഏറ്റവും താഴെയുള്ള ആ മൂലാധാരത്തിൽ വിശ്രമിക്കും. എല്ലാവരുടെയും ഉള്ളിലുണ്ട്. ആർക്കും ഇതിനെ ഉണർത്തി ആനന്ദം അനുഭവിക്കാൻ സാധിക്കും. സുധാധാരാസാരൈശ്ചരണയുഗളന്തർവികളിതൈ പ്രപഞ്ചം സിഞ്ചന്തേ പുനരപി സാംനായ മഹസ അവാപ്യ സ്വാം ഭൂമിം ഭുജഗനിഭമച്ഛുഷ്ടവലയം സ്വമാത്മാനം കൃത്വാ സുവിഷി കുളകുണ്ടേ കുഹരിണീം സുധാധാരാസാരൈശ്ചരണയുഗളന്തർവികളിതൈ പ്രപഞ്ചം സിഞ്ചന്തേ പുനരപി സാംനായ മഹസ അവാപ്യ സ്വാം ഭൂമിം ഭുജഗനിഭമച്ഛുഷ്ടവലയം സ്വമാത്മാനം കൃത്വാ സുവിഷി കുളകുണ്ടേ കുഹരിണീം. ചതുർഭിഃ ശ്രീഗന്ധൈഃ ശിവയുവതിഭിഃ പഞ്ചഭിരവി പ്രഭിന്നാഭിഃ ശംഭോർണവഭിരപി മൂലപ്രകൃതിഭിഃ ചതുശ്ചത്വാരിംശദ്വഫുതലകലാശ്രത്രിവലയത്രേഖാഭിः സാർദ്ധം തവ ശരണഗോണാഃ പരിണതാഃ. ചതുർഭിഃ ശ്രീഗന്ധൈഃ, ചതുർഭിഃ 4 എണ്ണങ്ങളാൽ. ശ്രീകണ്ഠൻ എന്ന വാക്കിൻ്റെ അർത്ഥം ശിവൻ എന്നാണ്. ശ്രീകണ്ഠത്തിലുള്ളവൻ ആരോ അവനാണ് ശ്രീകണ്ഠൻ. ശ്രീ എന്ന വാക്കിൻ്റെ അർത്ഥം വിഷം എന്നാണ്.
ശ്രീക്ക് ഒത്തിരി അർത്ഥമുണ്ട്. ഇവിടെ ശ്രീക്ക് വിഷം എന്നാണ്. വിഷം കണ്ഠത്തിലുള്ളവനാണ് ശ്രീകണ്ഠൻ. ശ്രീകണ്ഠൻ, ശിതികണ്ഠൻ ഇതൊക്കെ വിഷം എന്നുള്ള അർത്ഥത്തിലാണ്. പരമശിവന്റെ കഴുത്തിൽ വിഷമിരിപ്പുണ്ട്. പാൽക്കടലിൽ നിന്നും ഈ കാളകൂടം കുടിച്ചത് കൊണ്ട് നീലകണ്ഠനായി അത് വിഷമാണെന്നുള്ളത് കൊണ്ട് അന്ന് മുതൽ ശ്രീകണ്ഠൻ എന്നൊരു പേരുണ്ട്. ശ്രീകണ്ഠത്തിലുള്ളവൻ, വിഷം കണ്ഠത്തിലുള്ളവൻ, പരമശിവൻ എന്നർത്ഥം. 4 പരമശിവ തത്വങ്ങളാൽ ചതുർഭി ശ്രീകണ്ഠൈ ശിവയുവതിഭി പഞ്ചഭിരഭി. ശിവയുവതിയായ ശിവന്റെ ശക്തി, യുവതിക്കുള്ള ശക്തി എന്ന് മാത്രമേ ഉള്ളൂ. ശിവന്റെ ശക്തികളായ 5 എണ്ണങ്ങളാലും 4 ശിവശക്തികളും ശിവന്റെ ശക്തികളായ 5 എണ്ണങ്ങളും, ശിവന്റെ 4ഉം ശിവശക്തികൾ 5ഉം, പ്രഭിന്നാഭിഹി പ്രാപിച്ചവരായ, പ്രഭിന്നാഭി ശംഭോഹോ ശംഭുവിന്റെ, ശിവന്റെ, നവഭിരഭി മൂലപ്രകൃതിഭി 9 മൂലപ്രകൃതികളാൽ, നവഭിരഭി മൂലപ്രകൃതിഭി 9 മൂലപ്രകൃതികളാലും, ഇപ്പൊ ശൈവമായ 4 ശക്തികൾ, ശാക്തേയമായ 5 ശക്തികൾ, ചതുർഭി ശ്രീകണ്ഠേ ശിവയുവതിഭി പഞ്ചഭിരഭി ശംഭോഹോ പ്രഭിന്നാഭി നവഭി മൂലപ്രകൃതിഭിരഭി. ശൈവശക്തിയിൽ നിന്നും പ്രകർഷേണ ഭിന്നമായിരിക്കുന്ന, വേർപിരിഞ്ഞിരിക്കുന്ന 9 മൂലപ്രകൃതികളാലും, ചതുശ്ചത്വാരിംശത്, ചതുശ്ചത്വാരിംശത് 44 എന്നർത്ഥം. ചതുശ്ചത്വാരിംശത് 44. ചതുശ്ചത്വാരിംശത് വഫു ദള കലാശ്ര ത്രിവലയ ത്രിരേഖാഭിഫർത്ഥം. വഫു എന്ന വാക്കിനർത്ഥം അഷ്ടവഫുക്കൾ എന്നാണ്. ഇവിടെ അഷ്ടവഫുക്കളിലെ വഫുക്കളല്ല, 8 എന്ന് സംഖ്യ എടുക്കാൻ വേണ്ടിയിട്ടാണ് വഫു എന്ന് വെച്ചത്. അപ്പൊ വഫു എന്ന് വെച്ചാൽ 8 എന്ന് അർത്ഥം. വഫു ദളം എന്ന് വെച്ചാൽ അഷ്ടദളം എന്ന് പറയാം, 8 ദളം. അഷ്ടദളത്തിന് പകരം പറഞ്ഞ മറ്റൊരു വാക്കാണ് വഫുദളം. ചതുശ്ചത്വാരിംശത് വഫുദള കലാശ്രം വെച്ചാൽ 16 ദളം, കലകൾ 16, അശ്രം ദളങ്ങൾ, കലാശ്രം 16 ദളങ്ങൾ. ചന്ദ്രന്റെ കലകള് 15ഉം സ്വന്തം കലയും കൂടി ചേർത്ത് 16 ആക്കിയാണ് പറയുക. അതുകൊണ്ടാണ് ഇവിടെ കലശബ്ദത്തിന് 16 എന്ന് അർത്ഥം വന്നേ. ഇപ്പൊ കലാശ്രം എന്ന് വെച്ചാൽ 16 ദളം, അഷ്ടദളം, പിന്നെ 16 ദളം, വഫുദള, കലാശ്ര, പിന്നെ ത്രിവലയ 3 വൃത്തങ്ങൾ. എന്താ ത്രിവലയങ്ങൾ? 3 വൃത്തങ്ങൾ, 3 രേഖകൾ അല്ലെങ്കിൽ 3 ഭൂപുരങ്ങൾ. ത്രിരേഖാഭിഹി ഫാർത്ഥം ഒപ്പം കൂടിച്ചേരുമ്പോൾ തവ ശരണകോണാഹ പരിണതാഹ. ഹേ ഭഗവതി, അങ്ങയുടെ ശരണകോണുകൾ പരിണതങ്ങളായി തീർന്നിരിക്കുന്നു. അങ്ങയുടെ ശരണദൃഷ്ടികൾ ഇങ്ങനെ പരിണമിച്ചുണ്ടായതാണ്. ഇവിടെ ശ്രീചക്ര സ്വരൂപിണിയാണ് ഭഗവതി എന്ന് പറയാൻ പുറപ്പെടുകയാണ്. ശ്രീചക്രത്തെ കുറിച്ച് നമ്മൾ പലരും കേട്ടിട്ടുണ്ട്, കണ്ടിട്ടും ഉണ്ടാവും. ശ്രീചക്രത്തിൻ്റെ ഒരു ആകൃതി
അത് വരച്ചു വയ്ക്കല്ലാതെ ഒരു ശില്പത്തിൽ ഉണ്ടാക്കി വെച്ചാൽ ഒരു ഫുമീരുവിൻ്റെ ആകൃതിയാണ്. അഗ്രഭാഗം കൂർത്തിരിക്കും, താഴേക്ക് 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 വികസിച്ച് 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 വന്ന് ധാരാളം ത്രികോണങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്ന ഒരു ചക്രമാണ് ശ്രീചക്രം. ആ ശ്രീചക്രത്തിൽ ആ മുകളിലത്തെ ബിന്ദു മുതൽ താഴെ വരെയുള്ള 44 കോണുകളിൽ കൂടി ഈ പരാശക്തിയുടെ കടാക്ഷം പ്രപഞ്ചത്തിൽ വഴിഞ്ഞൊഴുകുന്നു എന്ന് കാണിക്കാനാണ്. മുകളിലിരിക്കുന്ന പരാശക്തിയുടെ ചൈതന്യം പ്രപഞ്ചം മുഴുവൻ, ഈ പ്രപഞ്ചത്തെ മുഴുവനും ഒരു ശ്രീചക്രമായി കൽപ്പിക്കുന്നു. അല്ലെ ഫുമേരു ചക്രം എന്നതിന് പേരുണ്ട്. മേരു പർവ്വതം എന്ന് വെച്ചാൽ പ്രപഞ്ചം ഉൾക്കൊള്ളുന്ന പർവ്വതത്തിന്റെ പേരാണ്. അങ്ങനെ ഈ ഫുമേരു ചക്രത്തിൽ അല്ലെങ്കിൽ ശ്രീചക്രത്തിന് മറ്റൊരു പേരാണ് ഫുമേരു. അതിലെ ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഒരു മേരുവായിട്ട് സങ്കല്പിക്കുകയാണ്, ചക്രമായി ഭാവന ചെയ്തു. അഗ്രം കൂർത്ത് താഴേക്ക് വളർന്ന് 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 വലുതാകുന്ന ഒരു പർവ്വതം. ഈ ആകൃതിയാണ് ശ്രീചക്രത്തിന്. എന്താ, സ്ഥൂലമായ പ്രപഞ്ചത്തിന്റെ ഒരു സൂക്ഷ്മാംശം ഈ ചക്രത്തെ കാണാം. ഈ പ്രപഞ്ചത്തിൽ സൃഷ്ടിസ്ഥിതി സംഹാര സ്വരൂപിണിയായ ഭഗവതിയുടെ ആസ്ഥാനം ഇതിന്റെ മുകളിലാണ്. അവിടെ ഇരുന്നു കൊണ്ട് താഴേക്ക് നോക്കിയാൽ പ്രപഞ്ചത്തിലെ സമസ്ത ജീവജാലങ്ങളെയും കാരുണ്യം വർഷിച്ച് അനുഗ്രഹിക്കുന്ന കാഴ്ച കാണാം. മുകളിൽ നിന്നും ആ ശക്തിയുടെ പ്രകാശ തത്വങ്ങൾ താഴേക്ക് ഒഴുകുന്നത് എങ്ങനെയൊക്കെയാണ് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇവിടെ കുറെ കണക്കുകൾ പറഞ്ഞു തന്നത്. ശ്രീചക്രത്തിലെ ഈ കലകളെയൊക്കെ എന്താ ത്രികോണങ്ങളായിട്ട് പറയും. 44 ത്രികോണങ്ങൾ, 43 ബിന്ദുവും കൂടി ചേർന്ന് 44 സ്ഥാനങ്ങളാണ് ശ്രീചക്രത്തിനുള്ളത്. ശ്രീചക്രത്തിന്റെ ചിത്രം കാണുമ്പോൾ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും, ചിലർക്ക് അറിയുകയും ചെയ്യാമായിരിക്കും. ഈ 43 കോണുകൾ ഒത്തു കിട്ടണം, മുകളിൽ ബിന്ദുവും, അങ്ങനെ 44 സ്ഥാനങ്ങളാണ്. അതിനെയാണ് ചതുശ്ചത്വാരിംശത് എന്ന് പറയുന്നത്, 44. അങ്ങനെ ഈ 44-ൽ എന്താണ്, ഇതിൻ്റെ ഈ ചക്രത്തിന്റെ ചുറ്റുമായിട്ട് അഷ്ടദളം വേണം, 16 ദളം വേണം, സത്വരജസ്തമസ് കിടന്ന 3 വൃത്തങ്ങൾ വേണം, അതിൻ്റെ പുറകിലായിട്ട് 3 ഭൂപുരങ്ങൾ വേണം, 3 മതിലുകൾ പോലെ ശോഭിക്കുന്ന ഭൂപുരങ്ങൾ, 4 ഗേറ്റുകളോടുകൂടി. ഇത്രയും ആവുമ്പോൾ ഈ ശ്രീചക്രം പൂർണ്ണമായി. എങ്ങനെ ശ്രീചക്രം എഴുതണം, വരയ്ക്കണം എന്ന് കാണിച്ചു കൊടുക്കുന്ന ശ്ലോകമാണ്. ഇനിയും അതിനകത്ത് ഓരോരോ കോണുകളിലും ആരുടെയൊക്കെ സാന്നിധ്യമാണെന്ന് പറയുക. 4 എണ്ണം ശ്രീകണ്ഠനാണ്, ശിവനാണ്. പരമശിവന്റെ 4 ശക്തികളുണ്ട്: സദാശിവൻ, വാമദേവൻ, ഈശാനൻ, സദ്യോജാതൻ. അത് പരമശിവന്റെ പൂജാവിധാനങ്ങൾ വിസ്തരിച്ച് പറയുന്നുണ്ടാവും. അല്ലാതെ നിങ്ങൾ പലയിടത്തും കേട്ട് കാണാം ഈ പേരുകൾ: സദാശിവൻ, വാമദേവൻ, ഈശാനൻ, സദ്യോജാതൻ എന്ന് 4 പേര്. 4 മുഖമൊക്കെ ഉണ്ടായിരുന്നു പരമശിവൻ എന്നൊരു കഥയൊക്കെ ഉണ്ട്. ഇതാണ് ചതുർഭി ശ്രീകണ്ഠി എന്ന് വെച്ചാൽ 4 ശൈവ കലകൾ. പിന്നെ 5 ശക്തികലകളാണ്: ആധാരശക്തി, മൂലപ്രകൃതി, ആദികൂർമ്മം, അനന്തൻ, പത്മം. നമ്മുടെ ഏത് പൂജയ്ക്കും ഈ 5 എണ്ണം പൂജിച്ചിട്ട് മുകളിലേക്ക് ബാക്കി പീഠപൂജ പോവുകയുള്ളൂ. ആധാരശക്തി, മൂലപ്രകൃതി, ആധാരശക്തി, മൂലപ്രകൃതി, ആദികൂർമ്മം, അനന്തൻ, പത്മം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്കാണ് ഏത് ദേവതകളുടെ ചൈതന്യത്തെയും നമ്മൾ ആവാഹിച്ച് പ്രതിഷ്ഠിക്കുന്നത്. ഈ 5 ശക്തി സ്വരൂപിണികളാണ്. ശിവയുവതിഭി പഞ്ചഭിരവി പ്രഭിന്നാഭിശംഭോർ നവഭിരവി മൂലപ്രകൃതിഭി. 9 മൂലപ്രകൃതികൾ, യോഗിന്യാദികളായ 9 ദേവതകൾ. ഇനി ഇത് പറയും, അടുത്ത ശ്ലോകത്തിൽ വിസ്തരിച്ച് പറയും. യോഗിന്യാദികളായ 9 ദേവതകൾ ആയി പരിണമിച്ച് ശ്രീചക്ര സ്വരൂപത്തിൽ അതിൽ അന്തർനിഹിതങ്ങളാണ്. അപ്പം 4 ശൈവകലകൾ, 5 ശാക്തേയ കലകൾ, 9 എന്താണ് ദേവതകൾ, യോഗിനികളായ ദേവതകൾ. അവരെ ശ്രീചക്രത്തിൻ്റെ 3 ഖണ്ഡങ്ങളിലായി അധിഷ്ഠാനം ചെയ്യുന്നു. അതിൻ്റെ താഴെയായിട്ട് അഷ്ടദളവും 16 ദളവും
മൂന്ന് സത്വജസ്തമസുകളായ വൃത്തങ്ങളും ഭൂപുരങ്ങളും കൂടി ചേരുമ്പോൾ നിന്റെ ശരണസ്ഥാനങ്ങൾ വഴിഞ്ഞൊഴുകുന്ന സ്ഥലങ്ങളാണ് ഈ വർണ്ണിച്ചതെല്ലാം. ഇത് ഈ പ്രപഞ്ചത്തിൻ്റെ അവസ്ഥയാണെങ്കിൽ മനുഷ്യ ശരീരത്തിലും ഇങ്ങനെ തന്നെ ധാതുക്കളും മജ്ജയും മാംസവും പ്രാണനും പഞ്ചകോശങ്ങളുമൊക്കെ ഈ ചക്രത്തിൻ്റെ ഒരു ചുരുങ്ങിയ ഹ്രസ്വമായ വ്യഷ്ടി രൂപത്തെ പ്രധാനം ചെയ്യുകയാണ്. അങ്ങനെ ഒരു സാധകന്റെ ഉള്ളിലും പ്രപഞ്ചത്തിലും ശ്രീചക്രസ്വരൂപിണിയായി ഭഗവതി അങ്ങനെ വിലസുന്നു, ശോഭിക്കുന്നു എന്ന് കാണിക്കലാണ്. ചതുർഭിശ്രീകണ്ഠൈ ശിവയുവതിഭി പഞ്ചഭിരവി പ്രഭിന്നാഭിശംഭോർണവഭിരവിമൂലപ്രകൃതിഭി ചതുശ്ചത്വാരിംശദ്ദു വസുദലകലശ്രുത്രിവലയ ശ്രീരേഖാഭിസ്വാർദ്ധം തവ ശരണകോണാഃ പരിണതാഃ. ചതുർഭിശ്രീകണ്ഠൈ ശിവയുവതിഭിഃ പഞ്ചഭിരവി പ്രഭിന്നാഭിശംഭോർണവഭിരവിമൂലപ്രകൃതിഭിः ചതുശ്ചത്വാരിംശദ്ദു വസുദലകലശ്രുത്രിവലയ രേഖാഭിസ്വാർദ്ധം തവ ശരണകോണാഃ പരിണതാഃ. നാലാമത്തെ വരി ചതുശ്ചത്വാരിംശത് ബഹുദളകലാശ്ര ശ്രീവലയ എന്ന് പദം പിരിച്ച് ചൊല്ലിപ്പടിച്ചാലും കുഴപ്പമില്ല. എന്നിട്ട് കൂട്ടി വായിച്ചാൽ മതി, അല്ലെങ്കിൽ ചിലപ്പോൾ എല്ലാം കിട്ടാതാകും. ചതുശ്ചത്വാരിംശത് ബഹുദളകലാശ്ര ശ്രീവലയ ത്രിരേഖാഭി. ഒന്നിച്ച് വായിക്കുമ്പോൾ ചതുശ്ചത്വാരിംശദ്ദു ബഹുദളകലാശ്ര ത്രിവലയ. തെറ്റാതെ പദങ്ങൾ മുഴുവനും ഉച്ചരിച്ചുകൊണ്ട് പോകാൻ പാകത്തിന് പദം പിരിച്ചു പഠിക്കുക, എന്നിട്ട് ഒന്നിച്ചാക്കി വയ്ക്കുക. അതായിരിക്കും നല്ലത്. ത്വദീയം സൗന്ദര്യം തുഹിനഗിരികന്യേ തുലയിതും കവീന്ദ്രാ കൽപ്പന്തേ കഥമപി വിരിഞ്ചി പ്രഭൃതയാം യദാലോക ഔത്സുഗ്യാതമരലനായന്തി മനസാം തപോഭിർദുഷ്പ്രാപാമപി ഗിരിശഫായുജ്യപദവീം. ത്വദീയം സൗന്ദര്യം, നിന്റെ സൗന്ദര്യത്തെ, ത്വദീയം നിന്റെ സൗന്ദര്യത്തെ, തുഹിനഗിരി കന്യേ പാർവതി എന്നർത്ഥം. തുഹിനം മഞ്ഞാണ്, തുഹിനഗിരി മഞ്ഞുമല, ഹിമാലയം, ഹിമവാൻ, ഹിമവാന്റെ കന്യ മകൾ പുത്രി. തുഹിനഗിരി കന്യ, തുഹിനം മഞ്ഞ്, തുഹിനഗിരി മഞ്ഞുമല, മഞ്ഞുപർവ്വതം, ഹിമവാൻ, ഹിമവാന്റെ കന്യ മകൾ. തുഹിനഗിരി കന്യേ അല്ലെങ്കിൽ ഹേ പാർവതി. തുലയിതും തൂക്കി നോക്കുന്നതിന്, തുലയിതും തൂക്കി നോക്കുന്നതിന്, തുല്യപ്പെടുത്തുന്നതിന്. എന്തിനാണ്? ത്വദീയം സൗന്ദര്യം തുലയിതും, നിന്റെ സൗന്ദര്യത്തെ ഒന്ന് തുലനം ചെയ്യാൻ, ഒന്ന് തൂക്കി നോക്കാൻ. കവീന്ദ്രാഹ, കവീന്ദ്രന്മാർ, കൽപ്പന്തേ കൽപ്പിക്കുന്നു, കഥമപി എങ്ങനെയൊക്കെയോ, വിരിഞ്ചി പ്രഭൃതേഹ, വിരിഞ്ചി ബ്രഹ്മാവ്, വിരിഞ്ചി പ്രഭൃതികൾ ബ്രഹ്മമുഖ്യന്മാരായ കവികൾ. ബ്രഹ്മാവിനെ കവി എന്ന് തന്നെയാണ് വിളിക്കുന്നത്. ആദ്യത്തെ കവി ബ്രഹ്മാവാണ്. വേദങ്ങളെ സൃഷ്ടിച്ചപ്പോൾ ആദ്യത്തെ കവിയായി ബ്രഹ്മമുഖത്തു നിന്നാണ് വേദങ്ങൾ ലഭിച്ചത്. അപ്പൊ വിരിഞ്ചി പ്രഭൃതേഹ, ബ്രഹ്മമുഖ്യന്മാരായ കവി. അവിടെ മുതൽ ഇങ്ങോട്ട് കവികൾ വരും. വ്യാസൻ, ഭാസൻ, വ്യാസൻ, കാളിദാസൻ വരെയുള്ള എല്ലാ കവികളും അതിനകത്ത് വരും. എല്ലാ ഋഷിമാരും കവികളാണ്. അവരൊക്കെ എങ്ങനെയൊക്കെയോ കൽപ്പിക്കുന്നു. നിന്റെ സൗന്ദര്യത്തെ ഒന്ന് സാദൃശ്യപ്പെടുത്താൻ, തൂക്കി നോക്കാൻ ഇവർ പലതും പല പണിയും നോക്കുന്നുണ്ട്. പക്ഷേ മുഴുവനായിട്ടില്ല. കാരണം നിന്റെ സൗന്ദര്യം അനുപമമാണ്. സാദൃശ്യപ്പെടുത്താൻ ചെറുതായി പോവില്ലേ? ചന്ദ്രനെ പോലെ നിന്റെ മുഖം എന്ന് പറഞ്ഞാൽ ചന്ദ്രനാണ് വലുത്, മുഖമല്ല. ഈ ദേവിയുടെ സൗന്ദര്യം ഇതുപോലെയാണെന്ന് പറഞ്ഞാൽ ദേവിയുടെ സൗന്ദര്യം ചെറുതായി പോകും. അതുകൊണ്ട് ബ്രഹ്മാദികളായ കവികൾ ഒത്തിരി പാടുപെട്ടിട്ടാണ്
ഒന്ന് തൂക്കി നോക്കി തുലനം ചെയ്ത് സാധിച്ചപ്പെടുത്തിയിരിക്കുന്നത്. ഏത് ആലോക ഔത്സുക്യാത് അമരലനായന്തിമനഫ, ഏത് ആലോക ഔത്സുക്യാത്, ഈ സൗന്ദര്യത്തെ കാണാനുള്ള ഉത്സാഹം കൊണ്ട്, ഏത് ആലോക ഔത്സുക്യാത്, ഈ സൗന്ദര്യത്തെ ആലോകനം ചെയ്യാനുള്ള ഔത്സുക്യം കൊണ്ട്, ഉത്സുകത കൊണ്ട്, അമരലലന ദേവസ്ത്രീകൾ, ഉർവശ്യാദികളായ ദേവസ്ത്രീകൾ, അമരലലന, ലലന എന്ന് വെച്ചാൽ സ്ത്രീയാണ്, അമരന്മാർ ദേവന്മാരാണ്, അമരലലന ദേവസ്ത്രീകൾ മനസായാന്തി, മനസ്സുകൊണ്ട് പ്രാപിക്കുന്നു. നേരിട്ട് ചെന്ന് ദേവസ്ത്രീകൾക്ക് പോലും ഈ പരാശക്തിയുടെ സൗന്ദര്യം ഒന്നും കാണാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മളൊക്കെ മനസ്സിൽ സങ്കല്പിക്കുന്ന പോലെ ഉർവശ്യാദികളായ ദേവസ്ത്രീകൾക്ക് പോലും ഈ സൗന്ദര്യം മനസ്സിൽ സങ്കല്പിക്കാനേ പറ്റിയിട്ടുള്ളൂ. ഏത് ആലോക ഔത്സുക്യ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്ന് വലിയ ഉത്സാഹമുണ്ട്. പക്ഷെ എന്ത് ചെയ്യാം? കാണണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? തപോഭിർദുഷ്പ്രാപാമപി, തപസ് കൊണ്ടുപോലും എത്താൻ പറ്റില്ല. തപോഭിഹി ദുഷ്പ്രാപാമപി, തപസ് കൊണ്ടുപോലും പ്രാപിക്കാൻ വിഷമമുള്ള ഗിരിശ സായുജ്യ പദവിയും. ഗിരീശൻ പരമശിവൻ, പരമശിവന്റെ സായുജ്യം എന്ന പദവി, സായുജ്യം വേണ്ട, സായുജ്യം എന്ന ഹ്രസ്വം മതി. സായുജ്യം നമ്മൾ പറഞ്ഞു ആയി പോന്നാണ് പറ്റില്ല. സായുജ്യം എന്ന ഹ്രസ്വം പറഞ്ഞ സായുജ്യ പദവിയും, സായുജ്യ പദവിയെ, സ്ഥാനത്തെ തപസ് കൊണ്ടുപോലും പ്രാപിക്കാനാവാത്ത പരമശിവനാകുന്ന ഈ സായുജ്യ പദവിയെ ദേവസ്ത്രീകൾ മനസ്സുകൊണ്ട് സങ്കല്പിച്ച് പ്രാപിക്കാനേ പറ്റുന്നുള്ളൂ. അത്രയ്ക്ക് ഉത്കൃഷ്ടമാണ് ഈ സൗന്ദര്യം. അതുകൊണ്ട് ഈ സൗന്ദര്യത്തെ ശങ്കരാചാര്യ സ്വാമികൾ സാധിച്ചപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. കാരണം സാധിച്ചപ്പെടുത്താൻ ചൊങ്ങിപ്പോയില്ലേ. അതുകൊണ്ട് ഈ സൗന്ദര്യം കവികൾക്ക് പോലും പാടാൻ വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ്. ഒന്ന് വർണ്ണിക്കണമെങ്കിൽ അവർക്ക് പോലും വാക്കുകൾ കിട്ടില്ല വർണ്ണിക്കാൻ. ഹേ തുഹിനഗിരി കന്യേ ത്വദീയം സൗന്ദര്യം തുലയിതും, ഹേ പാർവതി നിന്റെ സൗന്ദര്യത്തെ ഒന്ന് സാദൃശ്യപ്പെടുത്താൻ വിരിഞ്ചിപ്രഭൃതേഹ കവീന്ദ്രാഹ കഥമപി കൽപ്പന്തേ, വിരിഞ്ചിപ്രഭൃതികളായ ബ്രഹ്മമുഖ്യന്മാരായ കവീന്ദ്രന്മാർ കഥമപി കൽപ്പന്തേ, എങ്ങനെയൊക്കെയോ പാടുപെട്ടാണ് അവർ കൽപ്പിച്ചുണ്ടാക്കി വെക്കുന്നത് ഒന്ന് വർണ്ണിക്കാൻ. അത്രയ്ക്ക് ഉത്കൃഷ്ടമാണ് ഇതിൻ്റെ സൗന്ദര്യം. ഈ സൗന്ദര്യം ഒന്ന് കാണാൻ ആഗ്രഹിച്ചിട്ട്, ഏത് ആലോക ഔത്സുക്യ, ഈ സൗന്ദര്യം ഒന്ന് കാണാൻ ആഗ്രഹിച്ചിട്ട് അതെങ്ങനെയുള്ളതാണ്? തപോഭിഹി ദുഷ്പ്രാപാമപി, തപസ് കൊണ്ട് പോലും പ്രാപിക്കാൻ വിഷമമുള്ള ഗിരിശ സായുജ്യ പദവി, പരമശിവന്റെ ആയ ഈ സായുജ്യ പദവി. പരമശിവന്റെ സായുജ്യം ഈ ശക്തിയോട് ചേരുമ്പോഴാണ്, അർദ്ധനാരീശ്വരനാകുന്ന അപ്പോഴാണ്. രണ്ടുപേരും തപസ് ചെയ്താണ് ദമ്പതിമാരാകുന്നത്. പരമേശ്വരനും തപസ് ചെയ്തു, പാർവതിയും തപസ് ചെയ്തു. വിവാഹത്തിന് മുമ്പ് ഇങ്ങനെ തപസ് വേണമെന്നാണ് രണ്ടുപേരും. അത് കാണിച്ചു തന്ന ഈ പാർവതി പരമേശ്വരന്മാരാണ്. പരമശിവൻ തപസ് ചെയ്തു, പാർവതിയും തപസ് ചെയ്തു. പരസ്പര തപസ് സമ്പദ് ഭരായുധ പരസ്പരവും, പരസ്പരം തപസ്സു ചെയ്ത് തപസ്സിന്റെ ഫലം കൊണ്ട് പാരസ്പര്യന്മാരായി തീർന്നാൽ പിന്നെ ആർക്കും വേർപെടുത്താനാവില്ല ഈ ബന്ധം. അതുകൊണ്ട് വിവാഹത്തിന് മുമ്പ് ഇങ്ങനെ തപസ് നമ്മുടെ ഇടയിൽ ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്നു. വിവാഹം നിശ്ചയിക്കുന്ന സമയം മുതൽ അതിന് കാപ്പ് കെട്ടുക, കൗതുക ബന്ധനം എന്നാണ് പേര്. മലയാള ഭാഷയിൽ കാപ്പ് കെട്ടുക എന്ന് പറയും.
വധൂവരന്മാർ വിവാഹത്തിന്റെ തീയതി നിശ്ചയിച്ചാൽ അന്നു മുതൽ കയ്യിൽ ഒരു വളയിടും, അതിനുള്ള ചരട് കിട്ടും. അതിന് എന്താ പ്രതിഫലമെന്നും കൗതുകമെന്നും ഒക്കെ ഓരോ പേരിൽ അറിയപ്പെടുന്നു. ഇത് കെട്ടിക്കഴിഞ്ഞാൽ അന്നു മുതൽ രണ്ടുപേരും വ്രതമെടുക്കണം എന്നാണ് എൻ്റെ അർത്ഥം. 41 ദിവസം, ഒരു മണ്ഡലക്കാലമെങ്കിലും രണ്ടുപേരും എന്ത് ചെയ്യണം? വ്രതം അനുഷ്ഠിക്കണം. അനുഷ്ഠിക്കേണ്ടുന്ന വ്രതങ്ങളിലെ വിധികൾ വിസ്തരിച്ച് സ്മൃതികൾ ഉപന്യസിക്കുന്നുണ്ട്. രണ്ടുപേരും എന്തൊക്കെയാണ് ചെയ്യുന്നത്? രണ്ടുപേരും പരസ്പരം രണ്ടുപേരെയുമാണ് ധ്യാനിക്കേണ്ടത്. വധു വരനെയും വരൻ വധുവിനെയുമാണ് ധ്യാനിക്കേണ്ടത്. ഇങ്ങനെ പരസ്പരം ധ്യാനിച്ച് 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 41 ദിവസം കൊണ്ട് ഇവർ മാനസികമായിട്ടും ഒന്നാകും. അതിനുശേഷം വിവാഹം കഴിച്ചാൽ ഒരിക്കലും ഡൈവോഴ്സ് ഉണ്ടാവുകയില്ല. എത്രയോ കാലം മുമ്പ് നമ്മുടെ ഋഷിമാരും നമ്മളും ലോകത്തോട് പറഞ്ഞതാണ്. അടുത്ത കാലത്ത് പ്രീ മാരിറ്റൽ കോഴ്സ് എന്ന് പറഞ്ഞ ഒരാഴ്ച മതി എന്നുള്ള മട്ടിൽ പല സഭകളും ആരംഭിച്ചപ്പോൾ നമ്മളും കുറേശ്ശെ കുറിച്ച് അറിഞ്ഞു തുടങ്ങി. നമുക്ക് ഒരാഴ്ചയൊന്നുമല്ല, 40 ദിവസമാണ്. ഇത് നടത്തിയിരുന്നവരാണ് നമ്മുടെ പൂർവികരൊക്കെ. അങ്ങനെയാണ് പരസ്പരം തപസ് ചെയ്താണ് ഇവർ പാരസ്പര്യമുള്ളവരായി തീർന്നത്. അതുകൊണ്ടാണ് പരമശിവന്റെ സായുജ്യ പദവിയിലേക്ക് ലയിക്കാൻ ഈ ശക്തി സ്വരൂപിണിക്ക് സാധിച്ചത്. ആദ്യത്തെ ദമ്പതിമാർ ഇവരാണ്. അവിഭക്തന്മാരാണ്, വേർപെടുത്താൻ പറ്റില്ല ആർക്കും. അർത്ഥനരീശ്വരന്മാരെ പോലെയാണ്, നേരെ ലംബമായ പകുതിയാണ്, ഒരിക്കലും വേർപെടിയില്ല. വിവാഹബന്ധം വേർപെടാനുള്ളതല്ല എന്ന് കാണിച്ചു തന്നവരാണ് ഈ പാർവതി പരമേശ്വരന്മാർ. ഇത് നമ്മുടെ യുവാക്കൾ നന്നായിട്ടും ഇത് മനസ്സിലാക്കി തന്നെ കുറച്ചൊരു കാലമെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള വ്രതാനുഷ്ഠാനത്തിൽ കൂടി ഞങ്ങൾ ഒന്നിക്കുന്നു എന്നുള്ള ഒരു പരസ്പര തപസ്സമ്പദ്ഫലായുധ പരസ്പരന്മാരായി തീരാൻ യത്നിക്കണം എന്നൊരാശയം കൂടി അർത്ഥനാരീശ്വര സങ്കല്പത്തിൽ കൂടി ഋഷികവികൾ നമുക്ക് തരുന്നുണ്ട്. അതുകൊണ്ട് തപസ്സുകൊണ്ടുപോലും പ്രാപിക്കാനാവാത്ത നിന്റെ ഗിരിശസായുജ്യ പദവിയെ അമരലലനാഹ ദേവസ്ത്രീകൾ മനസ്സായാന്തി. മനസ്സുകൊണ്ട് സങ്കല്പിച്ചു ഇങ്ങനെയൊക്കെ ആയിരിക്കും സൗന്ദര്യം. അല്ല, കാണാൻ പറ്റിയിട്ടില്ല. കാണാൻ പറ്റാത്ത സൗന്ദര്യം കവികളൊക്കെ വർണ്ണിക്കും. ഇന്ന വരക്കെ ആയിരിക്കും, മുഖം ഇങ്ങനെയാണ്, കണ്ണിങ്ങനെയാണ്, പുരിക ഇങ്ങനെയാണ്, ചുണ്ടിങ്ങനെയാണ് ഒക്കെ വർണ്ണിക്കും. അത്രേ ഉള്ളൂ, കണ്ടിട്ടില്ല. ഇതുപോലെയാണ് അവർ പോലും കാണാനാവാത്ത സൗന്ദര്യമാണ് ഈ പരാശക്തിയുടെ സൗന്ദര്യം. ഈ ഗ്രന്ഥത്തിന് പേര് കിട്ടിയതും സൗന്ദര്യലഹരി എന്നുള്ള ഈ ഒരു സൗന്ദര്യ ഭാഗം കൊണ്ട് തന്നെ ആയിരിക്കാം. ത്വദീയം സൗന്ദര്യം തുഹിനഗിരികന്യേ തുലയിതും കവീന്ദ്രാഃ കൽപ്പന്തേ കഥമപി വിരിഞ്ചി പ്രഭൃതയാം യദാലോകൗത്സുക്യാദമരലനായാന്തി മനസാം തപോഭിർദുഷ്പ്രാപാമപി ഗിരിശസായുജ്യ പദവീം. ത്വദീയം സൗന്ദര്യം തുഹിനഗിരികന്യേ തുലയിതും കവീന്ദ്രാഃ കൽപ്പന്തേ കഥമപി വിരിഞ്ചി പ്രഭൃതയാം യദാലോക ഉത്സുക്യാദമരലനായാന്തി മനസാം തപോഭിർദുഷ്പ്രാപാമപി ഗിരിശസായുജ്യ പദവീം. ആ സായുജ്യ പദവി നമുക്കിന്ന് ഉപസംഹരിക്കാം. നമ്മുടെ സമയമായി, 9 മണിയായി. നിങ്ങളൊരു പക്ഷേ സമയം ഇത് അറിഞ്ഞില്ലായിരിക്കും. പക്ഷെങ്കിൽ 9 മണി ആയ സ്ഥിതിക്ക് നമുക്കിന്ന് ഉപസംഹരിക്കാം. ബാക്കി ഭാഗം നമുക്ക് അടുത്ത വെള്ളിയാഴ്ച 8 മണിക്ക് തന്നെ കേൾക്കാം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആർക്കെങ്കിലും സംശയങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ 2-3 മിനിറ്റ് ചോദിക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ഉപസംഹരിക്കാം. നമസ്തേ സാർ. ഓക്കെ, ഇനിയിപ്പോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതിനുള്ള സമയം ഒരു 5 മിനിറ്റ് അനുവദിക്കാം അല്ലേ? അതെ.